നമസ്കാരം. ഇപ്പോൾ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ വലിയ വിവാദവും ചർച്ചയുമെല്ലാമാണ്. നമ്മുടെ ദേശീയപാത ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുന്നു. ആ പ്രധാനമന്ത്രി എത്തുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് ആദ്യം ഇതിലൊരു ശരിയില്ലായ്മ തോന്നി, ശരികേട് തോന്നി. നമ്മുടെ മന്ത്രിയാണല്ലോ, അദ്ദേഹത്തെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പിന്നെ ചില വാചകങ്ങൾ, ചില വീഡിയോസ് ഒക്കെ വന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ്. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണും. ദേശീയപാത അധികൃതർ അതൊരു ശ്രദ്ധ വരേണ്ടതല്ലേ? ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത്. നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട്. ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം, മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു മതപരമായ വിവേചനത്തിന്റെ ഭാഗമായി ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട മുഹമ്മദ് റിയാസിനെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു നരേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 4 വോട്ട് കിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. പക്ഷെ അതിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു, ബുദ്ധിയില്ലായതോടെ തലവെച്ചു കൊടുത്തു കോൺഗ്രസ് അതിനെ അനുകൂലിച്ച് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇതിന് പിറകിലൊരു ശൃഗാല ബുദ്ധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, ഈ ദേശീയപാത അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ തന്നെ ഈ നോക്കൂ, 10-22,000 കോടി ചെലവഴിക്കുമ്പോൾ ഇതിന്റെ ഭൂമി ഏറ്റെടുപ്പ് തടസ്സം വന്നു. ഈ ഭൂമി ഏറ്റെടുപ്പ് കേരളത്തിൽ അമിത വില വരുന്നു. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു വിഹിതം തരണം എന്ന് പറയുമ്പോൾ 5012 കോടി രൂപ, 5182 കോടി രൂപ സംസ്ഥാന സർക്കാർ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മാത്രമല്ല കേട്ടോ, 22,000 കോടി രൂപ വരെ ഈ ദേശീയപാത വികസനത്തിന് കൊടുത്ത സംസ്ഥാനങ്ങൾ മറ്റുണ്ട്. പക്ഷെ മുഹമ്മദ് റിയാസ് പറയുന്നു കേരളം മാത്രമാണ് കൊടുത്തത്. അത് പച്ചക്കള്ളമാണെന്ന് പറയാതെ വയ്യ. ഗോവ 3080 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളും വിവിധ തുകകൾ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഭൂമി ഏറ്റെടുപ്പും മറ്റ് തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അതിനെ മറികടക്കുവാൻ, കാരണം വികസനം വരേണ്ടത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾക്ക് കൂടി അതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇതിനൊരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണുകൊണ്ട് ഇതിനെതിരെ വലിയ വിമർശനം വന്നപ്പോൾ ഈ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, പൊതുമരാമത്ത് മുഖ്യമന്ത്രി എല്ലാവരും പറഞ്ഞു ഇത് ദേശീയപാത അതോറിറ്റിയാണ് ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാരിന്റെ കുറ്റമാണെന്ന്. ഇതിന്റെ മേന്മ മാത്രം ഏറ്റെടുക്കുന്നത് ശരിയല്ലല്ലോ. കൃത്യമായിട്ടും അന്നത്തെ ആ ഒരു വിമർശനത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം കേന്ദ്ര സർക്കാർ മുഹമ്മദ് റിയാസിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. മാത്രമല്ല നോക്കൂ, ഇതിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. മുഖ്യമന്ത്രിയെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണത്തലവനാണ് സംസ്ഥാനത്തിന്റെ, അദ്ദേഹത്തെ ക്ഷണിച്ചു. സീനിയർ മന്ത്രിയായിട്ടുള്ള K കൃഷ്ണൻകുട്ടിയെ ക്ഷണിച്ചു, MP രാജേഷിനെ ക്ഷണിച്ചു. അങ്ങനെ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തത് അദ്ദേഹം ഇതിൽ നോക്കൂ അല്പത്തരം അങ്ങേറ്റം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയത്ത് ഏറ്റെടുക്കാതെ അവരെ വിമർശിക്കുക, അതിന്റെ മേന്മ മാത്രം എടുത്ത് ഫ്ലെക്സ് അടിച്ചു വെക്കുക, അങ്ങനെയുള്ള അങ്ങേറ്റ അല്പത്തരം ഈ നാടിനെ അപമാനിക്കുന്ന, കേരളത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള അല്പത്തരം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ അയറ്റി നിർത്തിയത്. അതിലൊരു കുറ്റവുമില്ല. അത് കേരളത്തിനെ അപമാനിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിന് അപമാനം. ആരെങ്കിലും ഒരാൾ മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരുന്നത് കേരളത്തോടുള്ള അപമാനമാണെന്ന് പറഞ്ഞാൽ ആ പറച്ചിലാണ് അപമാനം. കാരണം എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലുക എന്നുള്ളതല്ല. നമുക്കറിയാം റഫീഖ് അടി പോലെയുള്ള അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഇപ്പൊ റിയാസ് അടി ആയിരിക്കുന്നു ഈ ആവശ്യമില്ലാത്തടത്ത് ഫ്ലെക്സ് അടിച്ചു വെക്കുന്ന കുറെ ഫ്ലെക്സുകാർക്ക് നഷ്ടം എന്നല്ല, ഇതിൽ കാര്യമൊന്നുമില്ല. കേന്ദ്ര സർക്കാർ ചെയ്തതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇവരുടെ മുൻ പ്രസ്താവനകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഇവർ ഉയർത്തിവിട്ട ഈ രാഷ്ട്രീയം അത് അപകടകരമാണ്. അത് കോൺഗ്രസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഭാവിയിലെങ്കിലും ഇത്തരം ചൂണ്ടകളിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാതിരിക്കാൻ കോൺഗ്രസിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.